ഹലോ, എൻ്റെ എല്ലാ യൂട്യൂബുകാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ദുഃഖകരമായ വാക്കുകളാണ്. വളരെ ദുഃഖകരമായ വാക്കുകളാണ്. ഇസ്ലാം പറയാത്ത വാക്കുകളാണ്. ഖുറാനിൽ വരെ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യാൻ പാടില്ലെന്ന്. അതിന് ഞാൻ പറഞ്ഞുതരാം. ഡൽഹിയിൽ ചാവേർ ആക്രമണം അതോ നല്ല നല്ല വിദ്യാഭ്യാസമുള്ള ഡോക്ടർമാരാണ്, ഭയങ്കര വിദ്യാഭ്യാസമാണ്. ഞാനൊരു കാര്യം പറയട്ടെ സഹോദരന്മാരെ, ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്, ഖുറാനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ തന്നെ നമ്മളെ കേരളത്തിൽ തന്നെ മുസ്ലിം പെണ്ണുങ്ങളെക്കാളും ഖുറാൻ്റെ ഭാഷ പരിഭാഷണം ചെയ്യുന്ന ഒരുപാട് ടീച്ചർമാരുണ്ട്. അവിടുത്തെ നിങ്ങൾ ചോദിച്ചു നോക്ക്. ഞങ്ങളെ ഖുറാനിൽ ചാവേറാക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു ഹിന്ദുവിനെയോ ക്രിസ്ത്യാനിയോ പോട്ടെ, ഒരു മൃഗത്തിനെ വരെ കൊല്ലാൻ പാടില്ല ആവശ്യമില്ലാഞ്ഞിട്ട്. നീ മൃഗത്തിനെ കൊല്ലുവാണെങ്കിൽ അതിനെ തിന്നണം, എന്നാലേ ആ മൃഗത്തിനെ നീ കൊല്ലാൻ പാടുള്ളൂ. ഒരു ഹിന്ദുവിനെയോ ഒരു ക്രിസ്ത്യാനിയോ കൊല്ലരെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് എഴുതി വച്ചിട്ടുണ്ട്, ഖുറാനിൽ എഴുതി വച്ചിട്ടുണ്ട്. ഒരാളെ കൊല്ലാൻ നമുക്ക് അലോട്ടില്ല. ഈ തന്തയില്ലാത്ത കുറേ ചാവേറന്മാരുണ്ട്, ഏതോ തന്തയ്ക്ക് ജനിച്ചവന്മാർ. ഖുറാനിൽ അങ്ങനെ പറയുന്നില്ല സഹോദരന്മാരെ, ഖുറാനിൽ അങ്ങനെ പറയുന്നില്ല. 100 തവണ ഞാൻ പറയാണ്, ഖുറാനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം 96 ബാബര മസ്ജിദ് പൊളിച്ചു. അതിനിപ്പോൾ ചില വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് 96 ഭീവണ്ടിയിൽ ആൾക്കാരെല്ലാം ഓടി, ഇന്ന് കലാപം ഉണ്ടാവുമെന്ന്. എന്നിട്ട് കലാപം ഉണ്ടായോ? അവിടുത്തെ മതപണ്ഡിതന്മാർ പറഞ്ഞെന്ന് പറയട്ടെ, നമുക്ക് പല പല അനുഭവങ്ങളുണ്ടാവും, പ്രതികരിക്കരുത്. നമ്മളെ സമാധാനമാണ് ലോകത്തിന് വലുത്. അവരെന്ത് ചെയ്താലും അവർ തിരിച്ചൊന്നും പ്രതികരിക്കുന്നില്ല. അതാണ് ഇസ്ലാം. അങ്ങനെ പറയണം. ഇതിൽക്കൊണ്ട് മതപണ്ഡിതന്മാർ പറഞ്ഞ ഇന്ത്യയിൽ ഭീവണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് അന്ന് രാത്രി ഭയങ്കര കമ്മിറ്റിയായിരുന്നു. 2000 ചോപ്പടപ്പെട്ടി, അതിനകത്ത് ഒരു ഹനുമാൻ്റെ അമ്പലമുണ്ട്, ഹനുമാൻ അമ്പലം. എണ്ണപ്പെട്ട ഒരു 10 ഹിന്ദുക്കളുണ്ടോ, അത് പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് അവർ പൂജിച്ച് അവർ പോവുക. അവർ രാവിലെ വരുന്നു, അവരെ പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് അവരെ പോവുക. ഹനുമാൻ അവിടെ ഉണ്ടാവും. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ആ അമ്പലം പൊളിക്കാൻ പ്ലാനിട്ടപ്പം പറഞ്ഞു തന്നിട്ടെ, നമ്മൾ പ്രതികരിക്കുന്നവരല്ല. ഈ അവിടുത്തെ ഉസ്താദന്മാർ പറഞ്ഞതാണ്, നമ്മൾ പ്രതികരിക്കാൻ ജനിച്ചവരല്ല. സമാധാനമാണ് ഇസ്ലാം പറയുന്നത്, സമാധാനമാണ്, ക്ഷമ, നല്ല കാഴ്ച കാണൂ, നല്ലത് കേൾക്കൂ, നല്ലത് സംസാരിക്കൂ. അങ്ങനെയാണ് ഇസ്ലാം പറയുന്നത്. ഇന്ന് ചില തന്തയില്ലാത്തവന്മാർ ഇസ്ലാമിൻ്റെ പേരും വെച്ചും കൊണ്ട് ചാവേറാക്രമെന്ന് ഇസ്ലാമല്ല, ഏതോ തന്തയ്ക്ക് ജനിച്ചവന്മാരാണ്. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഇസ്ലാം അങ്ങനെ ഒരു തീവ്രവാദികളെ സൃഷ്ടിച്ചിട്ടില്ല. ഒരു കത്തി കൊണ്ട് പഴവർഗ്ഗങ്ങൾ മുറിക്കാം, കോഴിയെ മുറിക്കാം, പോത്തിനെ അറക്കാം, പല പല കാര്യങ്ങൾ ചെയ്യാം. ആ കത്തി കൊണ്ട് മനുഷ്യനെ അറുത്തിട്ടുണ്ടെങ്കിൽ അത് ഹറാമാണ്. പന്നി മാംസം കഴിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ ഹറാമാണ് ഒരു മനുഷ്യനെ അറുക്കുന്നത്, കഴുത്തറുക്കുന്നത്. ഈ ചാവേർ തെണ്ടിയെടുത്ത് ഞാൻ പറയുവാണ്, എടാ പന്നിയുടെ വർഗമേ ചാവേറുകളെ, അവിടെ നിങ്ങൾ ബോംബ് പൊട്ടിച്ചിട്ട് വല്ലതും കിട്ടിയോ? അവിടെ എത്ര ജനങ്ങൾ വരുന്നുണ്ട്.
ഓരോരോ ആവശ്യത്തിന് സാധനം മാറ്റിക്കൊണ്ട് എൻ്റെ ബാപ്പ, എൻ്റെ ഉമ്മ, എൻ്റെ അനിയൻ എല്ലാവരും വീട്ടുകളിൽ നോക്കിയിരിക്കും. ഈ ഭക്ഷണം കൊണ്ട് എന്നിട്ട് വേണം വീട്ടിൽ പുഴുങ്ങിപ്പറക്കി തിന്നാൻ. അത് നീ ചിന്തിക്കുന്നില്ല. നീ ആയിരിക്കും നിനക്ക് സ്വർഗ്ഗലോകം കിട്ടുമെന്നു. നിൻ്റെ അമ്മര മറ്റത് കിട്ടും, സ്വർഗ്ഗലോകം. എടാ നീയൊക്കെ ചാവേറല്ലടാ. ഇപ്പം നോക്കിയ ഇസ്ലാമിൻ്റെ പേരും വെച്ചും കൊണ്ട് പിന്നെ കുറേ ഇപ്പം തീവ്ര പിന്നെ ഈ ദൈവവിശ്വാസം ഇല്ലാത്തവരുണ്ട്. ഇസ്ലാമിൻ്റെ പേരുണ്ട്, ഹിന്ദുക്കളുടെ പേരുണ്ട്. അവന്മാരെന്തെങ്കിലും ചെയ്യും. നിങ്ങൾ എൻ്റെ ഹിന്ദു മറ്റുള്ള സഹോദരന്മാരെ, ഖുറാനിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഖുറാൻ അറിയുന്ന പെണ്ണുങ്ങളുണ്ട്, ഹിന്ദു പെണ്ണുങ്ങൾ, അവരുടെ അടുത്ത് ചോദിച്ചു നോക്ക്. ഖുറാനിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു ഹിന്ദുവിനെയോ ക്രിസ്ത്യാനിയോ കൊല്ലാൻ പാടില്ല. ഒരു മൃഗത്തിന് തന്നെ കൊല്ലാൻ പാടില്ല ആവശ്യമില്ലെങ്കിൽ. അപ്പോൾ പിന്നെ മനുഷ്യൻ്റെ കാര്യം പറയണോ? ജൂതൻ ഞങ്ങളെ ശത്രുവാണ്, അവനെ കൊല്ലണമെന്നാണ്. പക്ഷെ എന്നാലും ഒരു ജൂതൻ എൻ്റെ കാരണം ഒരു സുഖമില്ലാതെ കിടന്നപ്പോൾ ഒരു റോട്ടിൽ കിടക്കുക, വെള്ളം എന്ന് പറഞ്ഞിട്ട്. ഞങ്ങളെ ഇസ്ലാമിലെ ഏറ്റവും വലിയ ദേഷ്യമുള്ള പണ്ഡിതനാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അതിലെ കൂടി പോകുമ്പോൾ ഒരു ജൂതൻ കാരണം ഒരു വെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കിട്ടാതെ ദിവസങ്ങളായിട്ട് ഒരു സൈഡിൽ കിടക്കുക ഓടയിൽ. അദ്ദേഹം ആ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇറങ്ങിയിട്ട് ആ ജൂതനെ എടുത്ത് കരയെക്കൊണ്ടിരുത്തിയിട്ട് വെള്ളവും ഭക്ഷണവും നല്ലപോലെ കൊടുത്തിട്ട് ലാസ്റ്റ് അദ്ദേഹത്തിന് പോകേണ്ട സ്ഥലത്തുള്ള പൈസ വരെ ദർഹം വരെ കൊടുത്തു വിട്ടെന്നാണ്. ഒരു ജൂതനെ പോലും ആവശ്യമില്ലാതെ കൊല്ലാൻ പാടില്ല. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇസ്ലാം ഒരിക്കലും അനുഭവിക്കുന്നില്ല, കൊലപാതകം അനുഭവിക്കുന്നില്ല. ഇപ്പോൾ ഒരു സ്ത്രീ അവളെ കൈ അബദ്ധം കൊണ്ട് ഒരു കൊച്ചിനെ, അവളെ ഗർഭമുണ്ടായി. ആ ഗർഭം ഉണ്ടായെങ്കിട്ടുണ്ട് അത് ആ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് അതിനെ ജീവിക്കാൻ അനുഭവിക്കുക. അതിൽ ഇസ്ലാം പറയുന്നുണ്ട് അതിനെ ജീവിക്കാൻ അനുഭവിക്കുക. അത് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങളെ അള്ളാഹ് അറിയാതെ അതിന് ജീവൻ ഉണ്ടാവില്ല. ഞങ്ങളെ അള്ളാഹ് അറിയാതെ അതിന് ജീവൻ ഉണ്ടാവില്ല. ആ കൊച്ച് ജനിക്കൂല അള്ളാഹ് അറിയാതെ. അപ്പം നിങ്ങളൊരു കാര്യം ഓർക്കുക, ഈ ചാവേർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമല്ല. ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആരെയും കൊല്ലാൻ കഴിയില്ല, ക്ഷമയാണ്. ഞാൻ പറഞ്ഞില്ല 96 ഈ ബാബരി മസ്ജിദ് പൊളിച്ചപ്പം അവിടെ കലാപം ഉണ്ടാക്കണമെന്ന് ചോദിച്ചപ്പം മുസ്താദന്മാർ പറഞ്ഞെന്ന് പറയട്ടെ, ഇത് നമുക്ക് പറ്റിയ പരിപാടിയല്ല, അവരെന്ത് വേണം ചെയ്യട്ടെ, അവരനുഭവിച്ചോളും. അവരനുഭവിച്ചോണ്ടല്ലേ ആ പൊളിക്കാൻ മുൻപെടാൻ നിന്നവൻ ഇപ്പം 101 പള്ളി ഉണ്ടാക്കി, ഇനിയും പള്ളി ഉണ്ടാക്കാൻ കിടക്കുക, എന്നിട്ട് അവന് സമാധാനമില്ല. ഈ പള്ളി ഉണ്ടാക്കാനായിട്ട്, ഈ പള്ളി പൊളിക്കാൻ വേണ്ടിയിട്ട് വേറെ സ്ഥലത്ത് ഉണ്ടാക്കി, ലാത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അത് ഞങ്ങൾക്കൊക്കെ അറിയാം, ലാത്തൂർ എന്ന സ്ഥലത്തായി ഈ പള്ളി പൊളിക്കാണ്ട് ഈ വേറൊരു ഡ്യൂപ്ലിക്കേറ്റ് പള്ളി ഉണ്ടാക്കിയിട്ട് ഇത്ര നിമിഷം കൊണ്ട് പൊളിക്കണം എന്ന് പറഞ്ഞത്. അതിന് പൈസ മുടക്കിയ ആൾക്കാരെ ഞങ്ങൾക്കറിയാം. ഈ പള്ളി പൊളിച്ച് 7ാമത്തെ ദിവസം അവിടെ ഭൂചലനം ഉണ്ടായി. അവിടെ ഒരൊറ്റ ആൾക്കാർ ബാക്കി വന്നില്ല, എല്ലാം മണ്ണിനടിയിലാണ്. ഓരോ പെണ്ണുങ്ങൾ മരിച്ചു കിടന്നപ്പം ഓരോരോ ആൾക്കാർ വന്നിട്ട് പറയും ഇത് എൻ്റെ ഭാര്യയാണ്. കാരണം അവിടെ സ്വർണം കൊണ്ട് മൂടുന്നതാണ്. എല്ലാ പെണ്ണുങ്ങൾക്ക് സ്വർണ്ണമുണ്ട്. വിരലെണ്ണാന്ന് 5-6 മുസ്ലിങ്ങളേ ഉള്ളൂ, ബാക്കിയെല്ലാം ഹിന്ദുക്കൾ, മറ്റാൾക്കാർ. ആ ലാത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പള്ളി ഉണ്ടാക്കിയിട്ട് പൊളിക്കാനുള്ള, ഇതേ ബാബരി മസ്ജിദ് പോലെ പൊളിക്കാനുള്ള ഒരു ഇതുണ്ടാക്കിയത്. ഏത് ഒരു ട്രയൽ എന്നിട്ട് എന്തായി? ലാത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ആൾക്കാരുണ്ടോയെന്ന് ചോദിക്കുക പോയിട്ട്, ലാത്തൂർ. അങ്ങനെ പല സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങളെ മതപണ്ഡിതന്മാർ പറഞ്ഞ അന്ന് ഭൂകമ്പം ഉണ്ടായതാണ്.
അപ്പം ഇസ്ലാം ഒരിക്കലും ചാവേറാവൂല കേട്ടോ. ചാവേറുള്ളവൻ അവൻ ഇസ്ലാമല്ല. ഓക്കെ.